ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ 1600-നോടൊപ്പം 400 രൂപ കൂടി ഉയർത്തി പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് പുതിയ പദ്ധതി ആരംഭിക്കുന്ന 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും. 10ാം വർഷത്തിലേക്ക് എത്തിയ LDF സർക്കാരിന്റെ ചരിത്രത്തിൽ ഇടം നേടിയ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. സമൂഹത്തോടുള്ള ഈ സർക്കാരിന്റെ പ്രതിബദ്ധത കഴിഞ്ഞ 10 വർഷവും നടത്തിവരുന്ന പ്രവർത്തനങ്ങളിൽ തെളിഞ്ഞു കണ്ടതാണ്. നവംബർ 1-ന് മുൻപായി സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് സർക്കാർ നടത്തിയത്. ഏറ്റവും അടിസ്ഥാനമായ കാര്യം പറഞ്ഞു തുടങ്ങാം. 2016-ൽ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ക്ഷേമ പെൻഷൻ വെറും 600 രൂപയായിരുന്നു. അതും 18 മാസത്തെ കുടിശ്ശികയാണ്. ഇന്നത് പ്രതിമാസം 2000 രൂപയിൽ എത്തി നിൽക്കുന്നു. ഇത് ക്ഷേമ പെൻഷന്റെ മാത്രം കാര്യമാണ്. നവംബർ 1 മുതൽ അതിദരിദ്രരില്ലാത്ത രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി മാറുകയാണ് കേരളം. കേരളത്തിൽ പ്രഖ്യാപിക്കുന്ന ചരിത്രപരമായ മാറ്റങ്ങളിൽ ചിലത് മാത്രമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. വരുന്ന മാസം മുതൽ സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ് വനിതകൾക്കും പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കും. വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ള പഠിക്കുന്നവരോ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയ 18 മുതൽ 30 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് പ്രതിമാസം 1000 രൂപ. കുടുംബശ്രീ ADSകൾക്ക് 1000 രൂപ പ്രവർത്തന ഗ്രാന്റ്. അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, സാക്ഷരതാ പ്രേരകന്മാർ, ആശാ വർക്കർമാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ തുടങ്ങിയവരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വീതം വർധനവും. പ്രീ പ്രൈമറി ടീച്ചർമാർ മുതൽ ഗസ്റ്റ് ലെക്ചർമാർ വരെയുള്ളവർക്ക് ശമ്പള വർധനവും. റബ്ബർ കർഷകർക്കും നെല്ല് കർഷകർക്കും താങ്ങുവിലയും സബ്സിഡി വർധനവും. വിട്ടുപോയ ഒരു വിഭാഗം പോലുമല്ല. വെറുതെ അല്ല ഈ നാട്ടിൽ അതിദരിദ്രർ ഇല്ലാതാകുന്നത് എന്നിപ്പോൾ മനസ്സിലായില്ലേ? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്കുള്ള ടൗൺഷിപ്പ് നിർമ്മാണവും തുരുത്തിയിലെ ഫ്ളാറ്റ് സമുച്ചയവുമെല്ലാം കണ്ണടച്ചു തുറക്കും മുമ്പ് സാധ്യമായി. ഭക്ഷണം, പാർപ്പിടം, തൊഴിൽ എന്നിങ്ങനെ മനുഷ്യനാവശ്യമുള്ള എല്ലാത്തിനും സർക്കാരിന്റെ സഹായഹസ്തങ്ങൾ ഉണ്ടാകും. ഇനി തൊഴിലല്ല ബിസിനസ്സാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമുള്ള ലോണുകളും പദ്ധതികളും വേറെ. വെറും 10 വർഷം കൊണ്ട് കേരളത്തിലെ റോഡുകളിലും സ്കൂളുകളിലും ആശുപത്രികളിലും വന്ന മാറ്റങ്ങൾ കാണാൻ കേരളത്തിലെ ഏതൊരാളും സ്വന്തം വീട്ടിൽ നിന്ന് 10 മിനിറ്റ് സഞ്ചരിച്ചാൽ മതിയാവും. കേരളം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇടങ്കോലിടാൻ ഉറപ്പായിട്ടും കുറച്ച് പേര് വരുമല്ലോ. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല എന്നാണ് ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ കണ്ട് കണ്ണു തള്ളിയ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം ഇതൊക്കെ അടുത്തതായി വരുന്ന സർക്കാരിനുള്ള ബാധ്യതകളാകും എന്നാണ്. തങ്ങളാണ് അടുത്തതായി വരുന്നത് എന്ന അതിമോഹത്തിന് പുറത്താണ് പ്രതികരണമെങ്കിലും അതിലൊന്നും കോൺഗ്രസ് പേടിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ പ്രഖ്യാപിച്ച് എന്താണ് കോൺഗ്രസ് നടപ്പിലാക്കിയത്? മാസം 600 രൂപ പോലും ക്ഷേമ പെൻഷൻ നൽകാൻ കഴിയാതെ കൈയിട്ട് വാരിയവർക്ക് 2000 വലിയ തുക തന്നെ, സമ്മതിച്ചു. വയനാട് ദുരിതബാധിതർക്ക് 100 വീട് വെച്ചു കൊടുക്കാം എന്ന് കോൺഗ്രസ് ഒരു വാഗ്ദാനം നൽകിയത് ഓർക്കുന്നുണ്ടോ? 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് 7 സെന്റ് സ്ഥലത്ത് നിർമ്മിക്കാൻ സ്ഥല വിലയടക്കം 50 ലക്ഷം രൂപ ചെലവ് വരും എന്ന് കണക്കാക്കുക. അങ്ങനെ നോക്കിയാൽ 50 ലക്ഷം വെച്ച് 100 വീട് വെച്ച് കൊടുക്കാൻ 50 കോടി രൂപ വേണം. കേരളത്തിലെ ബഡ്ജറ്റ് 2 ലക്ഷം കോടിയുടെയാണ്. 2 ലക്ഷം കോടിയുടെ 0.025 ആണ് ഈ 50 കോടി. ഈ വീട് പദ്ധതി KPCCയുടെ ആണല്ലോ. അപ്പോൾ അവരെ സഹായിക്കാൻ KPCC പ്രസിഡന്റ്, 4-5 വർക്കിംഗ് പ്രസിഡന്റുമാർ, ഒരു കൂട്ടം ജനറൽ സെക്രട്ടറിമാർ, ഇപ്പം പുറത്തിറക്കും എന്ന് പറയുന്ന സെക്രട്ടറിമാർ, ഇങ്ങനെ ഇവരൊക്കെ കൂടെ വിചാരിച്ചിട്ട് ആ 50 കോടിയുടെ ഒരു പരിപാടി നടത്താൻ പോയിട്ട് തുടങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. അവരാണ് വന്നു കയറിയ ഉടനെ ക്ഷേമ പെൻഷൻ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച ഒരു സർക്കാരിനെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്നു. ഈ പ്രഖ്യാപനം വന്ന ശേഷം നമ്മൾ കാണുന്ന സാധാരണക്കാരൻ്റെ മുഖത്തെല്ലാം സന്തോഷമാണ്. ഇതിനപ്പുറം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് ഒന്നും വേണ്ട.